ഹലോ ഗൈസ്, നമസ്കാരം. അപ്പം നമ്മൾ കാത്തിരുന്ന ഒരു പുതുവസന്തം ഇങ്ങെത്തിയിരിക്കുന്നു. നമ്മളുടെ ബിഗ് ബോസ് സീസൺ 8 ഇതാ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളുടെ ലാലേട്ടൻ അതിമനോഹരമായ ഒരു മലഞ്ചെരുവിലൂടെ വണ്ടിയിൽ ഇങ്ങനെ വരികയാണ്. അതിനുശേഷം ഒരു ജീപ്പ് വന്നൊരു പഴയ ബിൽഡിങ്ങിൻ്റെ, ഗ്രന്ഥാലയം എന്ന് പറയുന്ന ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ വാതിക്കൽ വന്ന് നിൽക്കുകയും അതിൽ നിന്ന് നമ്മളുടെ ലാലേട്ടൻ പുറത്തിറങ്ങുകയും അതിൻ്റെ ഡോറ് തുറന്നിട്ട് ആ ഗ്രന്ഥാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ ലൈബ്രറി റാക്കറ്റിലിരിക്കുന്ന ഒരു ബുക്ക് എടുത്തിട്ട് അതും കൊണ്ടൊരു ചെയറിലിരുന്നിട്ട് ആ ബുക്ക് തുറന്ന് വായിക്കുന്നതാണ്. പ്രജകളുടെ സന്തോഷമാണ് രാജാവിൻ്റെ സന്തോഷം, അവരുടെ ക്ഷേമമാണ് രാജാവിൻ്റെ ക്ഷേമം. സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല, പ്രജകളുടെ താല്പര്യങ്ങൾക്കാണ് രാജാവ് മുൻഗണന നൽകേണ്ടത് എന്ന് പറഞ്ഞിട്ട്, ബട്ട് ഐ ആം നോട്ട് ദ കിങ്, ഐ ആം ദ കിങ് മേക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണിക്കുന്നത് ഉടൻ അധികാരത്തിൽ വരുന്നു ബിഗ് ബോസ് സീസൺ 8 എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം പേഴ്സണലി എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടും പോയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് റിജക്റ്റ് ആയിപ്പോയി. പക്ഷേ ഇതിനകത്ത് വരുന്ന ആരൊക്കെയാണെന്ന് അതുകൊണ്ട് നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് അറിഞ്ഞു. പക്ഷേ അത് അങ്ങനെ വിടാൻ പാടില്ല എന്ന് ആൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. കാരണം നമ്മളുടെ ഫാമിലിയിൽപ്പെട്ട ആളായതുകൊണ്ട് അതങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ നെക്സ്റ്റ് ടൈം അവർ അപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രശ്നമായല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. എന്നാലും പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്ന് പലരും വരുന്നുണ്ടെന്നുള്ളത് മാത്രം നിങ്ങൾ അറിയുക. അപ്പോൾ നമ്മളുടെ ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നു. എനിക്കൊന്ന് ഫുട്ബോളൊന്നും തീരാനങ്ങാണ്ട് വെച്ചുകൊണ്ടിരുന്നതാണെന്ന് തോന്നുന്നു. എനിവേ, നമ്മൾക്കത് കാണാം, ആസ്വദിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം. എല്ലാ ദിവസവും ഇതിൻ്റെ എപ്പോഴും തന്നെ അപ്ഡേഷൻ ഉണ്ടായി. അപ്പോൾ നമുക്കിനി ഗോതയിൽ കാണാം. ഓക്കെ, ബൈ.